ജൂൺ 13-നാണ് ഇറാൻ അണവായുധം വികസിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നാരോപിച്ച് ഇസ്രയേൽ ടെഹ്റാനെ ആക്രമിക്കുന്നത്. അന്നു മുതൽ അമേരിക്കയുടെ പരോക്ഷ പിന്തുണയും ടെൽ അവീവിനുണ്ടായിരുന്നു. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ച് നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ വാഷിംഗ്ടണും യുദ്ധത്തിൽ പങ്കാളിയാവുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ഭീഷണികൾക്ക് ടെൽ അവീവ് പുല്ല് വില പോലും കൊടുത്തില്ല. ഇറാനെ ആക്രമിക്കരുതെന്ന് റഷ്യയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അതിനെ പരിഹസിച്ച് തള്ളുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയതിന്റെ 10-ാം നാൾ US നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായി. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക രംഗത്തെത്തിയത്. ടെഹ്റാനെതിരെ വാഷിംഗ്ടൺ ആക്രമണം അഴിച്ചുവിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയതോടെ ഏവരും ഉറ്റുനോക്കിയത് മോസ്കോയുടെയും പ്രസിഡന്റ് പുടിന്റെ നിലപാടുമായിരുന്നു. റഷ്യ യുദ്ധത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാചി മോസ്കോയിൽ എത്തി സ്ഥിതിഗതികൾ ധരിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷിക്കെതിരെ ആക്രമണം നടത്തിയ അമേരിക്കൻ നിലപാട് ന്യായീകരിക്കാനാവില്ലെന്നും ഇറാനിയൻ ജനതയെ പിന്തുണയ്ക്കുന്നതായും പുടിൻ അറിയിച്ചു. യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ട് സൈനികമായി ഇറാനെ സഹായിക്കുമോ എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരുത്താതെയാണ് പുടിൻ പിന്തുണ അറിയിച്ചത്. അതേസമയം നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ്. എന്തുകൊണ്ട് ഇറാനെ നേരിട്ട് സഹായിക്കാത്തത് എന്ന ചോദ്യത്തിന് റഷ്യയ്ക്ക് ചില മറുപടികൾ ഉണ്ട് എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പുടിൻ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇസ്രയേലിൽ ഉള്ളതായാണ് സമകാലിക യാഥാർത്ഥ്യം. റഷ്യൻ പൗരന്മാർക്ക് അപകടമുണ്ടാകുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ മോസ്കോ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുടിൻ നൽകിയത്. സൈനികമായി ഇടപെടാനുള്ള തീരുമാനം വളരെ ആലോചിച്ച് എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അർത്ഥമാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം റഷ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി അടുത്ത ബന്ധത്തിലാണെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. അറബ് രാജ്യങ്ങളുമായും ഇസ്ലാമിക രാജ്യങ്ങളുമായും റഷ്യയുടെ ബന്ധം വളരെ കാലമായി സൗഹൃദപരമാണ്. റഷ്യയുടെ ജനസംഖ്യയുടെ 15% മുസ്ലിങ്ങളാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ റഷ്യ ഒരു നിരീക്ഷക രാജ്യമാണെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. ഇറാനോടുള്ള റഷ്യയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്ത വിമർശകരെ പ്രകോപനക്കാർ എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. അതായത് പരോക്ഷമായി എല്ലാ പിന്തുണയും മോസ്കോ ടെഹ്റാന് നൽകും, നേരിട്ടുള്ള സൈനിക നീക്കം വളരെ ആലോചിച്ചായിരിക്കും എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പരോക്ഷമായി വ്യക്തമാക്കിയിരിക്കുന്നത്.